അടിച്ചടിച്ചടിച്ച് അടിപൊളി മീനാ. എന്നാടിത് തന്നെടാ ഇത്. അടിച്ചടിച്ചടിച്ചടിച്ച് മറ്റേ അടിച്ചടിച്ചടിച്ചടിച്ച് ആണോ? ഓയ്യോ വലിയ ഒറ്റയാണുള്ളത്. രാവിലെ സൂര്യനൊക്കെ പതുക്കെ ഇങ്ങനെ പൊങ്ങി കേട്ടോ. സമയം ഏകദേശം ഒരു 6-7 മണിയായിട്ടുണ്ട്. നമ്മളാണെങ്കിൽ നമ്മുടെ ജേഴ്സിയായിട്ടൊക്കെ ബോട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. ബോട്ട് നൈസായിട്ട് റണ്ണിങ്ങിലാണ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ അൾട്രാ ലൈറ്റ് ടാക്കിൾസ് ഒക്കെ എടുത്ത് ഒരു അൾട്രാ ലൈറ്റ് ഫിഷിംഗ് ആയിട്ട് വന്നേക്കോ. നമ്മുടെ ഫൺഫിഷിൻ്റെ മാർസ്മാൻ റോഡൊക്കെ എടുത്തിട്ടുണ്ട്, അതുപോലെ CNF 500 റീൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം താഴെ വെക്കാം. പിന്നെ നമ്മളിന്ന് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ടാക്കിൾസ് ഒക്കെ ഞാൻ കാണിച്ചു കേട്ടോ. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ സാധനമാണ് കേട്ടോ നമ്മുടെ ടാക്കിൾസ്. അപ്പോൾ നമ്മുടെ ക്യാബറൽ ഔട്ട്ഡോർസ് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് സാധനം ഞാൻ വാങ്ങിച്ചേക്കുന്നത്. പാലാകണ്ണി, വറ്റ, ചെമ്പല്ലി പോലുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ പിടിക്കാൻ വേണ്ടി ബെസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര റിസൾട്ടുള്ള സാധനമാണ്. അപ്പോൾ ലൂറാണ് ഇതിന് മുന്നേ ഞാൻ വേറെ സാധനങ്ങളെ കാണിച്ചു കേട്ടോ. അതാണെങ്കിൽ ഒരു നെറ്റ് ഗേറ്റർ ആണ് കേട്ടോ. അത് നമ്മുടെ വെയിലൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് പൊള്ളൊന്നും വരാതിരിക്കാൻ വേണ്ടി UV പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഐറ്റമാണ്. അതായത് വേവ് തിയറി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു സ്കാഫാണ് കേട്ടോ. ജസ്റ്റ് ആണെങ്കിൽ ഈ സാധനങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ ഇങ്ങനെ അടിക്കുന്നത് എല്ലാവർക്കും വരുന്ന ഐറ്റമാണ്. നമ്മുടെ മുഖത്ത് വെയിലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ജേഴ്സിയും വേവ് തിയറിയുടെ തന്നെയാണ് കേട്ടോ. നല്ല UV ആയിട്ടുള്ള ജേഴ്സിയാണ്. ഓക്കെ, തൽക്കാലം നമുക്കിത് ഇട്ടേക്കാം. ഓക്കെ, ഇങ്ങനെ ഇടുന്ന സാധനമാണ്. അപ്പോൾ മുഖത്ത് വെയിൽ അടിക്കത്തില്ല. അപ്പം ഗ്ലാസ് തൊപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് UV റേസ് ഒന്നും അടിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മുടെ പെള്ളിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പം ഞാനാണെങ്കിൽ ഇനി നമ്മുടെ ലൂറുകൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ലൂർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ലൂറുകൾ കേട്ടോ. അതായത് ജാക്കോൾ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ രണ്ട് ചെറിയ ലൂറുകളാണ്. അബി സോളിഡ് 55S എന്ന് പറഞ്ഞ ഒരു ലൂറും ഉണ്ട്. അതുപോലെ ജാക്കോളിന്റെ തന്നെ TN38 എന്ന് പറഞ്ഞൊരു ലൂർ കേട്ടോ. അപ്പം ഇത് രണ്ടും വിബ്ലിംഗ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉള്ള ഒരു സാധനമുണ്ട്, വൈബ്രേറ്റിംഗ് ആക്ഷൻ വരുന്ന ഒരു സാധനമാണ് ഇത്. അതുപോലെ ഇതാണ് ടെയിൽ ആക്ഷൻ വരുന്ന ഒരു ലൂറാണ് കേട്ടോ. ഇതിന്റെ MM കാലൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതായത് 55 mm ആണ് നമ്മുടെ അബി സോളിഡ് 55 എന്ന് പറയുന്ന സാധനം. അത് 55 mm 2.6 grams. അതുപോലെ സിങ്കിങ് ആണ് ഇതിന്റെ ഇത് വരുന്നത് കേട്ടോ. അതായത് നമ്മൾ എറിയുമ്പോൾ താന്നു പോകും, എന്നിട്ട് തിരിച്ച് വലിക്കാൻ വേണ്ടിയുള്ള സാധനം ഇത് കേട്ടോ. രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ സിങ്കിങ് ലൂർ തന്നെയാണ്. അതുപോലെ തന്നെ 38 mm ആണ് നമ്മുടെ TN വരുന്നത്, TN38. അതുപോലെ വെയിറ്റ് പറഞ്ഞാൽ 5.1 grams ഉണ്ടോ, 5.1 grams കേട്ടോ. അതായത് TG ഹൈ സൗണ്ട് ആയിട്ടുള്ളൊരു സാധനമാണ്. നല്ല ആക്ഷൻ കാണാനൊക്കെ വരും കേട്ടോ. രണ്ട് പ്രീമിയം ബോക്സിലാണ് സാധനം നിങ്ങൾ നോക്കിയത്. നല്ല അടിപൊളി പ്രീമിയം ബോക്സ്. എന്തൊക്കെയാണ് നമ്മുടെ സാധനം നിങ്ങളെ അൺബോക്സ് നിങ്ങളെ കാണിക്കാൻ കേട്ടോ. ഇവിടെയാണെങ്കിൽ ന്യൂ പ്രൊഡക്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ ബാക്കിൽ കുറേ ജാപ്പനീസ് ആയിട്ടുള്ള ലാംഗ്വേജസ് കയറി കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ അബി സോളിഡ് 55 ജസ്റ്റ് ഒന്ന് അൺബോക്സ് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ അബി, കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് സാധനം. ഒരു ചെറിയ ലൂർ കേട്ടോ, 2.5 ഗ്രാമേ ആകെ വെയിറ്റ് വരുന്നുള്ളൂ. നിങ്ങൾ നോക്കിയാൽ ചെറിയൊരു സാധനമാണ്, സോളിഡ് ആയിട്ടുള്ള ലൂറാണ്. നിങ്ങൾ നോക്കി ഗ്ലാസ് പോലെ എൻ്റെ മുഖം വരെ കാണാതിരിക്കും അതിൻ്റെ ഇടയിൽ. നിങ്ങൾ നോക്കി കണ്ടോ, ബാക്കിൽ ഇതിൻ്റെ ടെയിൽ കണ്ടോ, ഇങ്ങനെ കട്ടിങ് ഇട്ടേക്കുവാണ്, ഇങ്ങനെ ആക്ഷൻ വരാൻ വേണ്ടി ഇട്ടേക്കുന്നത് കേട്ടോ. നമ്മൾ എറിഞ്ഞിട്ടിട്ട് റിട്രൈവ് ചെയ്യുമ്പോഴത്തേന് ഈ സാധനം താന്നു പോയിട്ട് ടിച്ച് ചെയ്യുക, പോസ് ചെയ്യുക, ടിച്ച് ചെയ്യുക, പോസ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേന് വാലിങ്ങനെ അനങ്ങി നിൽക്കുമ്പോൾ കയറി ഏത് മീനാണെങ്കിലും കയറി പിടിക്കും. അങ്ങനത്തെ ഒരു മുതലാണ് കേട്ടോ. പക്ക എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ലൂറാണ്. നമ്മുടെ എല്ലാ മീനുകളും ഒരുമാതിരിപ്പെട്ട മീനുകളൊക്കെ കുറുവ വരെ ചിലപ്പോൾ അടിക്കാൻ ചാൻസ് ഉണ്ട് ഈ ലൂറിൽ കേട്ടോ. അതാണ് നമ്മുടെ അബി സോളിഡ് 55 എന്ന് പറയുന്ന ഈ സാധനം. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ലൂർ എന്ന് പറയുന്നത് നമ്മുടെ TN38 കേട്ടോ. അത് ഞാൻ അൺബോക്സ് കാണിക്കാം. ഇതും വെടിക്കട്ട് ലൂറാണ് കേട്ടോ. അതായത് ഒരു പ്രത്യേക ലൂറാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. എല്ലാ മീനും കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞടിക്കും. ഒരു പ്രത്യേക കളറാണ് വന്നിരിക്കുന്നത്, ഒരു ഗോൾഡൻ കളർ കേട്ടോ. ആകെപ്പാടത് ഇത്രയും വലുപ്പമായിരുന്നുള്ളൂ. നിങ്ങൾ നോക്കി കേട്ടോ, നല്ലൊരു കളർ ഡിസൈനിങ് ആളൊക്കെയാണ്, തിളക്കം ഭയങ്കരമായിട്ട് വരും. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൽ ലിപ്പില്ല. എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ പോയി ഉടക്കുകയോ അങ്ങനത്തെ സംഭവങ്ങൾ വരുത്തില്ല. നമ്മൾ കൊടുക്കുന്ന ഏത് ലെവലാണ് വെള്ളത്തിൽ ആ ലെവലിൽ ഈ സാധനം നിൽക്കും. ഇപ്പോൾ പൊക്കിയിട്ട് ഒരു 2 അടി പൊക്കത്ത് വലിക്കണമെങ്കിൽ അങ്ങനെ എറിഞ്ഞിട്ട് വലിക്കാം. താന്നു പോയിട്ട് ഏറ്റവും അടിയിൽ നിന്ന് ഇങ്ങനെ ചാടിച്ചാടിക്കണമെങ്കിൽ അങ്ങനെ വലിക്കാം. അതായത് പ്രത്യേകം പറഞ്ഞിട്ട് ഫ്രണ്ടിൽ ഒരു ലെഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരെ ഇങ്ങനെ താന്നു പോകും, അടിയിലിട്ട് ഇങ്ങനെ ചാടിച്ച് വിട്ട് അങ്ങനെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതിനുണ്ടെങ്കിൽ ത്രിബിൾ ഹൂക്കാണ്, ഇതിനും വന്നേക്കും ത്രിബിൾ ഹൂക്കാണ്, രണ്ടിനും ത്രിബിൾ ഹൂക്കാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫാസ്റ്റാച്ച് നമ്മൾ കണക്ട് ചെയ്യുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ മുകളിലാണ് കേട്ടോ. നിങ്ങൾ നോക്കിയാണ്ടോ, ചെറുതായിട്ട് മുകളിൽ കൊടുത്തേക്കാണ്. അതുകൊണ്ട് നമ്മൾ വലിക്കുമ്പോൾ അത് ഇങ്ങനെ വരും ലൂറ്, ഇങ്ങനെ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെട്ടിവിട്ടരും. നല്ല റാറ്റി സൗണ്ട് ഉണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു സൗണ്ടും അതുപോലെ ഈ ഒരു ആക്ഷനും കണ്ടാൽ മീൻ വിടത്തില്ല, അതുപോലെ മീൻ അടിക്കും കേട്ടോ. 2 എണ്ണത്തിലും മീൻ അടിക്കും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇതുകൊണ്ടാണ് മീൻ പിടിക്കാണ്ട് ഇപ്പോൾ നമുക്ക് എന്ത് മീൻ കിട്ടും നമുക്ക് അറിയത്തില്ല. പാലാങ്കണ്ണ് കിട്ടാം, വറ്റ കിട്ടാം, അതുപോലെ ചെറിയ ചെമ്പല്ലി ഉണ്ട്, അത് കിട്ടാം. അപ്പോൾ നമ്മൾ എല്ലാ സംഭവങ്ങളും സജ്ജീകരിച്ചാണ് വന്നേക്കുന്നത്. അപ്പം എൻ്റെ കൂടുതൽ ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ അനൂപേട്ടനുണ്ട്, അതുപോലെ ജെയ്സൺ ഉണ്ട് കേട്ടോ.
ഓക്കെ, എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഒത്തിരി ഇതാക്കാം, നേരെ പോയിട്ട് നമ്മുടെ ഇതൊക്കെ ആയിട്ട് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചത് പറഞ്ഞാൽ നമ്മുടെ ക്യാബർ ഔട്ട്ഡോർസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ്. അപ്പോൾ വെബ്സൈറ്റിൽ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇവിടുന്ന് പതുക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ബോട്ട് റണ്ണിങ്ങിലാണ്. ചേട്ടാ പതുക്കെ പവർ കൊടുത്തേ, നോക്കിക്കൊണ്ട് ഇപ്പോഴേ. അപ്പം ഈ ഒരു സ്പീഡിൽ നമുക്ക് പോകണം നമ്മുടെ സ്പോട്ടിലോട്ട്. എങ്ങോട്ട് വേണം നമുക്ക് നൈസായിട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ, അടിപൊളി സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഗൈസ് നിങ്ങൾ നോക്കിയാൽ പറമ്പിലോട്ട് രാവിലെ നല്ല രീതിക്ക് മഞ്ഞ് കയറി നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ, അടിപൊളി ഒരു വ്യൂ ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മുടെ സൂര്യൻ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ലൊരു അടിപൊളി മോർണിംഗ് ആണ്. അതുവഴി ഒരു ചേട്ടൻ ദേ വള്ളത്തിലും പോകുന്നുണ്ട് കേട്ടോ. ഇതുവഴി ചേട്ടന്മാർ വള്ളത്തിൽ വരുന്നുണ്ട്. നമ്മുടെ TN 38 വെച്ച് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിച്ചടിച്ചടിച്ചടിച്ച് പറ്റ ഫിഷ് ഓൺ പറ്റ എൻ്റെ മോൻ എന്നെ ഫൈറ്റ് ചെയ്യുന്നേ. അതിനോട് വല എടുത്തു. നല്ല മീനാന്ന് തോന്നുന്നല്ലേ, അടിപൊളിപ്പാര. പറ്റ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി. കോരിട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൂറിൽ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. വല ഓക്കെ, ഞാനാണെങ്കിൽ മീനെടുത്ത് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മുടെ ബെയിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. നമ്മുടെ ലൂറിൽ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി പറ്റ അടിച്ചേക്കുന്നത്. എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഹുക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അയ്യോ ഓക്കെ, ഈ ലൂറെന്ന് പതുക്കെ കൈ എടുക്കാം. ഇട്ട് പോരും തോന്നും കേട്ടോ അല്ലേ? അല്ല വേണ്ട കൈസ്, നമ്മുടെ ലൂറ് കണ്ടോ, നമ്മുടെ TN 38 കേട്ടോ. ചെന്ന് വീണപ്പോൾ തന്നെ അടിച്ച് നമുക്ക് പതുക്കെ ഉണ്ടല്ലോ ഹുക്ക് അൺഹുക്ക് ചെയ്യാം. ഒറ്റ ഹുക്കേ ഉള്ളൂ കേട്ടോ. ഹുക്ക് അൺഹുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഹുക്കായതുകൊണ്ടാണ് നമുക്ക് ആ മീൻ കയറിയത് കേട്ടോ. ജസ്റ്റ് ലൂറായിടാം. ഇത് കണ്ടോ, ഒരു അടിപൊളി പറ്റ കേട്ടോ. ഒരു 1/2 കിലോ ഹൈസ് എന്ന് പറ്റാൻ നമുക്ക് കിട്ടിയേക്കുന്നേ. ഇത് കണ്ടോ ഈസറ, പൊളിയല്ലേ? അടിപൊളി. ചെന്ന് വീണപ്പോൾ തന്നെ അടിച്ചു. എന്നോട് എങ്ങനെ ഉണ്ട്? അതെ, അടിപൊളി. എൻ്റെ ഒരു ഫോട്ടോ നല്ല ഭയങ്കര ഫൈറ്റ് ആണ് കേട്ടോ. സെറ്റ് സാധനമല്ലേ, നല്ല അടിപൊളി ഒരു കേട്ടോ. മറ്റേ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല തിളക്കമുള്ളൊരു ശരീരം വന്നേക്കുന്നത് കേട്ടോ. സ്കെയിൽസ് കുറവന് ഫുള്ള് കഴിഞ്ഞ് തൊലിയാണ് വന്നേക്കുന്നത്. ഓക്കെ, മറ്റേ ആ ഫിൻസൊക്കെ വിരിച്ച് നല്ല സൗണ്ട് വെക്കുവനെ. ചേട്ടാ കണ്ടോ സൗണ്ട് കേട്ടോ. കരി വെള്ളത്തിലായതുകൊണ്ട് ചിലപ്പോൾ മീൻ നിൽക്കാൻ ചാൻസ് ഉണ്ട്. 2 ബക്കറ്റ് വെള്ളം ഇട്ട് വെച്ചേക്കാം. ഓക്കെ, സമയത്ത് ഞാൻ കാസ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ലൂറ് നമ്മുടെ TN 38 ഓളായിരുന്നു. അത് കണ്ണിയാ അടിച്ചടിച്ചടിച്ച്. അപ്പോൾ നമ്മുടെ ജാക്കലിൻ്റെ TN 38 അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. അടിപൊളി മീനാ എൻ്റെ മോനെ. അത്യാവശ്യം സൈസ് ഉണ്ടോ അല്ലേ? പക്ഷെ എന്നാ പിടുത്തം പിടിക്കുന്നറിയോ? ചേട്ടാ സ്റ്റോപ്പ് ചെയ്തു. എന്നാടിത് തന്നെടാ, ഇത് വലിയ കാണത്തില്ല. വലിയ പറ്റയോ? എടുത്തോ കോരിക്കോ. രണ്ടാമത്തെ മീനെ TN
അപ്പോൾ നമ്മുടെ TN38 ഇതിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ ലൂറിൽ അടിക്കത്തില്ല, തുടക്കത്തിൽ പറഞ്ഞില്ല മീൻ അടിക്കത്തില്ലെന്ന്. രണ്ടാമത്തെ മീൻ പടവടല്ല മീൻ കയറിയേ. ഇത് കണ്ടോ, ഇതേ നമ്മുടെ TN38 ഇരിക്കുന്നുണ്ടോ, അടിപൊളി പറ്റ കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ പറ്റ. സൗണ്ട് കേൾക്കുന്നുണ്ടോ അവൻ? ചേട്ടാ ചേട്ടൻ ഊട്ട് വിട്ടു, പുറോട്ട് വിട്ടു. ആ സമയത്തേ നമുക്ക് ഇതിൻ്റെ വായിൽ നിന്ന് ഊരി വിടാവേ. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ മീൻ. ലീഡറേനൊക്കെ അടിച്ചിട്ടുണ്ട്. ഒമ്പടാ അടിപൊളി പറ്റ കേട്ടോ. ഇതുണ്ടോ, ഈ വലിപ്പമുണ്ട്. 1/2 കിലോ മണ്ടേ വന്ന മീൻ കേട്ടോ. നമുക്ക് ഒത്തിരി സംസാരിക്കാൻ സമയമില്ല. കാര്യം നമുക്ക് തുടക്കത്തിൽ വന്ന സമയത്ത് തന്നെ മീൻ ആക്ടിവിറ്റി ഉണ്ട്. ചറ മീൻ എടുക്കുന്നുണ്ടോ, നമുക്ക് നൂരെടുക്കണം. അതിനോട് പതുക്കെ നൂരാൻ നോക്കണേ. ഇതുണ്ടോ, ഇത്ര ഉണ്ട് പറ്റ. 1/2 കിലോ എന്ത് പറഞ്ഞാലും ഉണ്ട്. 1/2 കിലോ വല പിടിച്ച് കാണിക്കാം. ഇതുണ്ടോ, നല്ല കിടുക്കാച്ചി പറ്റ. അപ്പോൾ ഉണ്ടല്ലോ നല്ല ഫൈറ്റ് വന്നു. ഇവൻ നല്ല അടിപൊളി പറ്റയാണ് ഇത്ര ഫൈറ്റ് വന്നത് കേട്ടോ. ഇവൻ്റെ മേത്തത്തെ ഫൗളൂക്കായിട്ടാണ് ഹുക്കായത്. അതായത് അത്രയും തിന്ന് ഹുക്കായതുകൊണ്ട് തന്നെ നല്ലപോലെ ഹുക്ക പോകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹുക്കുണ്ടല്ലോ ഇങ്ങനെ കയറി ഉടക്കിയിരിക്കും വലയം മുഴുവൻ. അപ്പോൾ നമുക്ക് എടുക്കാൻ ഇച്ചിരി പാടാണ്. അവന് വേട്ടാ പതുക്കെ തിരിച്ച് തള്ളിയാൽ മതി, പുറകോട്ട് തള്ളി പിടിച്ച് തള്ളിയാൽ മതി. എന്നാലും ഞാൻ ലൂറ് ജസ്റ്റ് ഒന്ന് കാണിച്ചത് നിങ്ങളെ. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ലൂറ് കേട്ടോ. നേരെ ഇങ്ങോട്ട് ഇട്ടേക്കാവേ ടാങ്കിലേക്ക്. മറ്റവൻ ആക്റ്റീവാണ്, ചത്തിട്ടില്ല. 2 എണ്ണമായി. കിടക്കോളായിരിക്കും ചിലപ്പോൾ. ഉപ്പുവെള്ളമല്ലല്ലോ, ഉപ്പുവെള്ളം ആയതുകൊണ്ടേ. നമുക്ക് ഇത് പതുക്കെ ഒന്ന് ഊരെടുക്കാവേ. ഇത് ഊരെടുക്കാൻ വെച്ച ടാസ്ക്കാണ്. കട്ട് ചെയ്തു. ഓക്കെ, പിള്ളേരോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത മീൻ പഠിക്കാൻ നോക്കാം. വന്ന വരവ് വേണം. ഓടാ മീനുണ്ടാ. ഒയ്യോ, ഫോളോ അടിച്ച് പോയി അവിടെ ഉണ്ടോ ഗൈസ്? മീൻ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ ഓഫാക്കിയായിരുന്നോ? ചെറുതന്നോ അല്ലേ? പോയോ ഗൈസ്? നമ്മുടെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ജാക്കോളിൻ്റെ TN38. പക്ഷേ വീഡിയോ ഓണാന്ന് അറിയത്തില്ല. ആണോ? ഓയ്യോ, വലിയ പറ്റിയാണുള്ളത്. അകത്തല്ലേ? എന്നാ പറ്റി? ഇത് വലിയ പറ്റി കേട്ടോ. നമുക്ക് കിട്ടിയതിൽ ടോപ്പ് സാധനം കേട്ടോ. അകത്ത ഹുക്കായിക്കുന്ന കേട്ടോ ഗൈസ്. ദേ ലൂറ് മിഴുങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഒമ്പടാ ജോയിൻറ്റ് പറ്റ. ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ജോയിൻറ്റ്. ഇതുണ്ടോ, നമുക്കിന്ന് കിട്ടിയതിൽ ഏറ്റവും ടോപ്പ് സാധനം കിട്ടിയത് കേട്ടോ. അതെ. ഇത് വീഡിയോ നമ്മൾ എനിക്ക് വന്ന് കറക്റ്റ് കട്ടാക്കുന്ന സമയത്ത് അടിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുകൊണ്ട് ഗൈസ് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ നമുക്ക് ഇതുവരെ കിട്ടിയ ഏറ്റവും വലിയ അല്ലേ? നമ്മൾ അടിപൊളി പറ്റല്ലോ. 3/4 കിലോ. അതെ, 3/4 കിലോ വരുന്ന കേട്ടോ. അത് ഇത്രയും വലുപ്പമുണ്ട്. കൈ വെച്ചെടുത്ത് ഇത്രയും വലുപ്പമുണ്ട് കേട്ടോ. നമ്മുടെ ലൂറ് വായിക്കാത്ത ഹുക്കായിക്കുന്ന ഞാൻ കാണിച്ചില്ല കേട്ടോ. നല്ല അടിപൊളി ഒമ്പട ഇതുപോലെ തീറ്റെടുക്കുന്നത്. ഇതുണ്ടോ ചേച്ചേട്ടാ? അതെ, കറക്റ്റ് ജീറ്റി കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനാണ്. അപ്പോൾ ഇതിൻ്റെ വായി നമുക്ക് എങ്ങനെയെങ്കിലും സാധനം ഒന്ന് അൺഹുക്ക് ചെയ്യണം. കാര്യം ഇവിടെ ഹുക്ക് റിമൂവറുണ്ട്. ഹുക്ക് റിമൂവറില്ല നമ്മുടെ പ്ലെയർ. ഓക്കെ, ഒരെണ്ണം ഊരിയിട്ടുണ്ട്. ഇത് ഊരെടുക്കാൻ വെച്ചാൽ ടാസ്ക് കേട്ടോ. നല്ല ഉടക്കാം. അടുത്ത മരത്തിലാണോ? ഓക്കെ, ഇത് നമ്മുടെ ജാക്കോളിൻ്റെ TN38 കേട്ടോ. ഇത്രയും വലുപ്പമുള്ള ഇത്രയും കുഞ്ഞ് ലൂറിൽ ഇത്രയും വലിയ പറ്റ. ഒമ്പടി അല്ലേ? അത് വായിക്കാത്ത മിഴുങ്ങി വെച്ചേക്ക് വരുന്നു കേട്ടോ. വീഡിയോ ഉണ്ടായിരിക്കും, നമുക്കറിയത്തില്ല. നമുക്ക് അടുത്ത മീനെ പിടിക്കാൻ കാര്യം ഒത്തിരി സമയം കളയാനില്ല. ദേ നമ്മുടെ 3ാമത്തെ മീനാണ് കേട്ടോ. 3 നല്ല ആക്റ്റീവ് അല്ലേ? അതെ. അപ്പം നമുക്ക് അടുത്തവനെ കിട്ടും നോക്കാം. ഒമ്പടാ സൂപ്പർ ലൂർ കേട്ടോ ചേട്ടാ. വീഴുമ്പോൾ അടിക്കും കേട്ടോ. ഇത് വായിക്കാൻ ഒന്നും പറയാം, സൂപ്പർ ലൂറോ. അതെ, അടിപൊളി ലൂറോ. അടിച്ച് അടുത്ത മീൻ മറ്റ കൈസ്. നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അനുവേട്ടൻ്റെ ലൂറ് മരത്തെ ഉടക്കിയിരിക്കുന്ന സമയത്ത് നമുക്കൊരു മീൻ അടിച്ച്. പാര തൂക്കിയെടുക്കട്ടെ, പോകണം നോക്കാം. വല വെറുതെ ഉടക്കണ്ടല്ലോ. അപ്പോൾ ഇത് വലുതല്ല കേട്ടോ. നമുക്കിപ്പോൾ കിട്ടിയാൽ ഇച്ചിരി ചെറുതാട്ടോ ഇത്. ഓക്കെ, നമ്മുടെ 4ാമത്തെ മീനാണ് കേട്ടോ. നമ്മുടെ ജാക്കോൾ TN38. അത് തന്നെ നമ്മൾ മീൻ കിട്ടുന്ന സാധനം കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. മോശം റിസൾട്ട്. നമ്മൾ ഇത്ര ദിവസം വന്നതുപോലെ ഒന്നുമല്ല, നല്ല അടിയുണ്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വായി നമുക്കൊന്ന് ഹുക്ക് അൺഹുക്ക് ചെയ്യണം.
ഓ സൗണ്ട് കേട്ടോ എൻ്റെ വാ പൊളിക്കടാ. യെസ് നമ്മുടെ ലൂറ് കേട്ടോ. ദേ 4ാമത്തെ വറ്റ ചറ പറയാണ് മീൻ പിടിക്കുന്നത് കേട്ടോ. എല്ലാത്തിനും ജീവനുണ്ട്, ആക്റ്റീവാണ് സാധനം കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം. എന്നിട്ട് അയ്യോ എനിക്ക് ഭ്രാന്ത് കയറിയിരിക്കുമോ ചേച്ചി കേട്ടോ. അടുത്തവൻ അടിക്കും നോക്കാവേ. ഭ്രാന്ത് കയറി, എനിക്ക് ഭ്രാന്ത് കയറി. ഫ്രണ്ടിലടിച്ചതാ, ഫ്രണ്ടിൽ ലൂറടിച്ചതാ. അടിച്ച് യെസ് നമ്മുടെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. ചെറുതല്ലേ, എനിക്ക് കോരണ്ട ചുമ്മാ എടുക്കാം ഗൈസ്. നമ്മുടെ അടുത്ത മീൻ അപ്പോൾ നമ്മുടെ പിടിച്ച്. അപ്പോൾ നമ്മുടെ അടുത്ത മീനുണ്ടോ സെയിം ലൂർ തന്നെ അടിച്ചേക്കുന്നത് നമ്മുടെ ജാക്കോളിൻ്റെ TN 38 കേട്ടോ. ഒരു രക്ഷയില്ല ചേച്ചിട്ടോ, തകർത്ത് പോലും കേട്ടോ മീൻ അടിച്ചിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വായിൽ നിന്ന് ഹുക്ക് റിമൂവർ വെച്ച് ഹുക്ക് ചെയ്യാം. തകർത്ത് പോലുമാണ് മീൻ അടിച്ചു കേട്ടോ. ഹുക്ക് വെച്ചിട്ട് പാടാം. നല്ല ഹുക്കായിരിക്കുന്നത്. ഇത്രയും നല്ല അടിപൊളി ഹുക്കാകുമ്പോഴത്തേന് ഹുക്ക് അൺഹുക്ക് ചെയ്യാൻ പാടാണ് കേട്ടോ. എന്നാലും നമ്മൾ ഹുക്ക് അൺഹുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ TN ഇത് കറക്റ്റ് ലൂറിന് പറ്റിയൊരു മീൻ ഇപ്പോഴാണ് കിട്ടുന്നത് അല്ലേ. ഇത്ര നേരം കിട്ടിയത് നല്ല ഹെവിയാണ് കേട്ടോ. തൽക്കാലം ഞാൻ അവനെ കൊണ്ടുവന്നിട്ടോ. അതിനോട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു കേട്ടോ. നമ്മുടെ 5ാമത്തെ മീനാണ് കേട്ടോ. ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ജസ്റ്റ് ജാവാറായിട്ടുണ്ടോ അല്ലേ. ഇവിടെ മറ്റേ ഇഷ്ടം പോലെ ഉണ്ട് കാര്യം. ഇവിടെ പൊടിമീൻ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോൾ അടുത്തടുത്ത മീനെ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണത്. ഇവിടെ ഇപ്പോൾ മീൻ വെട്ടിയുണ്ടോ എന്നാ മീനറിയത്തില്ല, കണ്ണിയാണോ പറ്റിയാണെന്ന് അറിയത്തില്ല. മീനുണ്ടെങ്കിൽ അടിക്കും, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിലും മീൻ കിട്ടും. ഇങ്ങനെയുള്ള സൈഡിൽ കൂടെ നമുക്ക് എറിഞ്ഞെറിഞ്ഞ് നോക്കണം. അവിടെയൊക്കെ കിടന്ന് വെട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് മീൻ ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സെയിം ലൂറിൽ തന്നെ. മീനുണ്ടെങ്കിൽ അവിടെ നിന്ന് കയറി അടിക്കും, പൊളിക്കും. അടിച്ച് അനുവേട്ടൻ മീൻ അടിച്ച് കഴിച്ച് അനുവേട്ടൻ്റെ മീൻ അടിച്ചിട്ടുണ്ട്. വല എന്ത് ചെയ്യും? വല അവിടെ കൊണ്ടുവച്ച് ഒളിപ്പിച്ച് വെച്ചേക്കണോ? ഓ ചെറിയ ഹുക്കാണോ? എനിക്ക് നല്ല ഹുക്കാണോ നോക്കട്ടെ. ഓക്കെ, നമ്മുടെ അനുവേട്ടൻ പറഞ്ഞ മീൻ പൊക്കിയിട്ടുണ്ട് കണ്ടാ. തുറന്നേക്കാം, ഇങ്ങോട്ട് ഇട്ടേക്കാം. ഇപ്പം എൻ്റെ ലൂറോട് ഉടക്കിയിരിക്കുകയാണ്. അവിടെ കോല ഗൈസ് നമ്മുടെ TN 38 അടിച്ചിരുന്ന സാധനത്തെ കണ്ടോ. കോല അടിപൊളി. ഇത് അടിച്ചപ്പോൾ ഹോളോക്കായ കേട്ടോ. ചെറിയതായിട്ട് നമുക്ക് തന്നെ ഊരിയിട്ട് വിട്ടേക്കാവനെ. പതുക്കെ ഊരാം. ഇതുണ്ടോ പതുക്കെ പോയിട്ടുണ്ട് കേട്ടോ. വിട്ട് നമ്മൾ വാഞ്ഞു പോയി. അഞ്ചത്തൊന്നും പോകത്തില്ല. അടിപൊളി. അടിച്ച് എന്നാടത് വാഹയാണോടാ? വാഹ ഗൈസ് ഒരു സാധനം അടിച്ചിട്ടുണ്ട്. വരാലല്ലോ വാഹ. അവിടെ കൂടെ പറഞ്ഞോട് വന്നിപ്പോൾ ഗൈസ് നമ്മുടെ TN 38 ഒരു അടിപൊളിയല്ല, ഒരു കുഞ്ഞൻ വാഹ പോയി തന്നെ. എല്ലാവരും പോട്ടവൻ. അതെ, റിലീസ് നൈസായി. നമ്മളതിനെ അപ്പം തന്നെ തിരിച്ചു വിടണ്ടായിരുന്നു. കുഞ്ഞ വാഹ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞായിരുന്നു കേട്ടോ. നമുക്ക് അടുത്തതിനെ കിട്ടു നോക്കാം. അല്ല വരാലല്ലായിരുന്നത്. അടിച്ച് അപ്പോൾ നമ്മുടെ അപ്പോൾ ജാക്കോളിൻ്റെ ലൂറിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെറുതാ പൊക്കി എടുത്തേക്കാം അല്ലേ. അയ്യോ അങ്ങനെ നോക്കണ്ടായിരുന്നു. വലിയ ഷോ കാണിക്കാൻ പോയതാ. അവന് വേണ്ട പുറത്ത് തൂങ്ങിയിരുന്നേനെ. അപ്പോൾ നമ്മുടെ ഒരു മീനെ ഇപ്പോൾ ഞാൻ കളഞ്ഞിട്ടുണ്ട്. നല്ല സന്തോഷത്തിൽ കളഞ്ഞേക്കുന്നത്.
കട്ട് ചെയ്തെടുത്തോ. പോലാങ്കണ്ണി അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച്. യെസ്, നമ്മുടെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ചെറുതാ ഗൈസ്. നമ്മുടെ സെയിം ലൂറ് തന്നെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജാക്കോളിൻ്റെ TN 38 അടുത്ത വറ്റ കേട്ടോ. ചെറിയ വറ്റയാണ് കേട്ടോ. യെല്ലോ ഫിന്നാണ് കേട്ടോ. അടിപൊളി ഹുക്കപ്പ് അയക്കുന്നേ കണ്ടോ. നല്ല സൂപ്പർ ഹുക്കപ്പ്. നമുക്ക് എന്താണല്ലോ ഹുക്കൊന്ന് അൺഹുക്ക് ചെയ്യാം. ഒരെണ്ണം നമുക്ക് പുറകോട്ട് വലിച്ചാൽ ഊരി വരും. ഓക്കെ, രണ്ടാമത്തെ ഊരാണ് ഇച്ചിരി ടാസ്ക്. രണ്ടാമത്തെ ഊരാനായിട്ട് നോക്കട്ടെ, വലിച്ചു വരുന്നു നോട്ടെ. വേറെ ഓക്കെ ഓക്കെ ഊരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ലൂറിൻ്റെ വലിപ്പമുള്ളൊരു മീൻ ഇത് ഇപ്പം കിട്ടിയ കേട്ടോ. അപ്പോൾ നമുക്കിത് അനുവണ്ട കൊടുത്തേക്കാം. അനുവണ്ട നമ്മുടെ വെള്ളത്തിട്ടുള്ളൂ. വാല പിടിച്ചോ, വാല വട്ടം പിടിച്ചാൽ മതി. ഓക്കെ, യെല്ലോ ഫിൻ. അപ്പോൾ നമ്മുടെ അടുത്ത മീൻ നമുക്ക് അടിക്കും നോക്കാം. നമ്മുടെ സെയിം ലൂർ തന്നെ കേട്ടോ. നമ്മുടെ ജാക്കോളിൻ്റെ ലൂർ തന്നെ. അടിക്കടാ 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 അടിക്കടാ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫിഷിംഗ് ഇതേ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തേക്കാണ്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഉള്ള വൈൻഡപ്പിംഗ് ആണ്. കാര്യം പറഞ്ഞാൽ അന്ന് ഭയങ്കര വെയിലായിപ്പോയായിരുന്നു. അപ്പോൾ നമുക്ക് വൈൻഡപ്പിംഗ് എന്ന കാര്യം പോലും ഓർത്തില്ല. കാര്യം നമ്മൾ ഭയങ്കര ടയർഡായിട്ട് നമ്മൾ പെട്ടെന്ന് കയറി പോയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് മീനെ കിട്ടിയായിരുന്നു. നമ്മൾ വീഡിയോസ് പോലും എടുത്തില്ല. ബാറ്ററിയൊക്കെ വരെ ഓവർ ഹീറ്റ് ആയി പോയായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെയാണ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ കൈക്ക് നിങ്ങൾ ലൂറ് കണ്ടല്ലോ, നമ്മൾ മീൻ പിടിച്ച ലൂറാണ്. അതായത് നമ്മുടെ ജാക്കോൻ്റെ TN 38 എന്ന് പറഞ്ഞ ലൂർ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മുതലാണ് കേട്ടോ. അത്യാവശ്യം ന്യായമായിട്ട് തന്നെ മീൻ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആക്ഷൻ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എറിഞ്ഞിടുക, സാധനം താഴ്ന്നു പോകുമ്പോഴത്തേക്ക് ചുമ്മാ അങ്ങ് വലിച്ചു വേണം. ചെറുതായിട്ട് ടിച്ച് കൂടെ ചെയ്യുവാണെങ്കിൽ ഭയങ്കര ആക്ഷൻ ആയിരിക്കും. മീൻ വറ്റ അതുപോലെ പാലാങ്കണ്ണിയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞടിക്കാനിടയ്ക്ക് വാഹകർ നമുക്ക് സ്ട്രൈക്ക് ചെയ്തായിരുന്നു. അപ്പം ലൂറ് വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ ക്യാബർലോഡോസ് വെബ്സൈറ്റ് സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാബർലോഡോസിൻ്റെ വെബ്സൈറ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ നമ്മുടെ കൂപ്പൺ കോഡ് ഞാൻ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് എന്താണ് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കൊറിയർ ചാർജെങ്കിലും ലാഭിക്കാൻ പറ്റും കേട്ടോ. സാധനം വാങ്ങിച്ചാൽ വെർത്തായിരിക്കും, ഒന്നും പറയാനില്ല. മാരകമായിട്ട് മീൻ അടിക്കും. ഇനി നമുക്ക് മറ്റേ ലൂറായിട്ട് ഇനി മീൻ പിടിക്കണം. ഓക്കെ, അപ്പം ഞാനാണെങ്കിൽ എല്ലാ ലിങ്കുകളും കാര്യങ്ങളും കൊടുത്തത്. അത് കൂടാതെ തന്നെ നമ്മുടെ ബോട്ടിൽ ജെയ്സണിൻ്റെ ബോട്ടിൽ നിങ്ങൾക്ക് മീൻ പിടിക്കാൻ പോകണമെങ്കിൽ ജെയ്സണിൻ്റെ നമ്പറും കാര്യമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ പോയി ഒരു ദിവസം അടിച്ച് പൊളിക്കുക. എല്ലാതരം മീനും കിട്ടും. വറ്റ കിട്ടും, പാലാങ്കണ്ണി കിട്ടും, ചിലപ്പോൾ ചെറുമീൻ കിട്ടും, വാഹ കിട്ടാൻ ഉറപ്പായിട്ടും ചാൻസ് ഉണ്ട്. അപ്പം ഈ മീനുകളെല്ലാം നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും കേട്ടോ. അപ്പം ലക്കാണ് മീൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമാക്കി നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. സാറിക്കാണ് ബെൽ ബട്ടൺ ലൗഡേക്ക് എനബിൾ വെക്കുകയാണ്. നമ്മൾ ഇതുപോലത്തെ വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ ബൈ.